ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. ചവറ തെക്കുംഭാഗം ഇൻസ്പെക്ടർ എ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം കേസ് അന്വേഷിക്കും. അതുല്യയോട് സതീഷ് കാട്ടിയ ക്രൂരതകൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ കണ്ടെടുക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചു. അതുല്യയുടേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന നിലപാട് ആവർത്തിക്കുകയാണ് കുടുംബം. അതിനിടെ സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്ന സതീഷിനെ പിരിച്ചുവിട്ടു. മരണവുമായി ബന്ധപ്പെട്ട് സതീഷിനെ ഇന്ത്യൻ കോൺസുലേറ്റിലേക്കും വിളിപ്പിച്ചിട്ടുണ്ട്. ശനിയാഴ്ച പുലർച്ചെയാണ് അതുല്യ ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടത്. ഭർത്താവ് സതീഷിന്റെ കടുത്ത ശാരീരിക മാനസിക പീഡനങ്ങളെ തുടർന്നായിരുന്നു മരണമെന്ന് വെളിവാക്കുന്ന ദൃശ്യങ്ങളും തെളിവുകളും പിന്നാലെ പുറത്തുവന്നു. അതുല്യയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് ഷാർജയിൽ തുടങ്ങിയേക്കും. കേസിന്റെ സമഗ്രമായ അന്വേഷണത്തിന് തെക്കുംഭാഗം SHO എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘത്തെ രൂപീകരിച്ചു. കരുനാഗപ്പള്ളി SP അഞ്ജലി ഭാവന മേൽനോട്ടം വഹിക്കും. മൃതദേഹം നാട്ടിലെത്തിച്ച ശേഷം റീപോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പ്രതി സതീഷിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങി. ആവശ്യമെങ്കിൽ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാനും ആലോചനയുണ്ട്. അതുല്യയുടേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അതുല്യയുടെ കുടുംബം. മദ്യലഹരിയിൽ ചെയ്തുകൂട്ടിയവ മറന്നുകൊണ്ടാണ് ഇപ്പോൾ പുറത്തുവന്ന സതീഷിന്റെ പ്രതികരണമെന്ന് അതുല്യയുടെ അച്ഛൻ പറഞ്ഞു. മദ്യത്തിന്റെ പുറത്ത് ഓർമ്മയില്ലാതെ ഓർന്ന് പറയുന്നതാ. ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ മദ്യത്തിന്റെ ലഹരി വിടുമ്പം അത് അങ്ങനെയൊക്കെ തോന്നുന്നത് അവന് തടി ഊരാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറയുക. അല്ലാതെ അതിനകത്ത് മറ്റുള്ള ഒരു കാര്യവും ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല, ഒന്നുമില്ല, അങ്ങനെയൊന്നും വരാനില്ല. അവളെ ഉപദ്രവിച്ച് ചവിട്ടി കൂട്ടിയിട്ടിരിക്കില്ലേ, കട്ടിൻ്റെ കീഴിൽ കിടന്നിട്ടാണ് എൻ്റെ വൈഫിനെ വിളിക്കുന്നത്. എൻ്റെ മകളെ ഇത് എന്ത് തന്നെയായാലും എൻ്റെ മകളെ അവൻ കൊന്നതാണ് എന്നേ ഞാൻ പറയും. കാരണം അവൻ അവളെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കുക 11 വർഷമായിട്ട്. അത് നേരിൽ കണ്ടുകൊണ്ടും എല്ലാ രീതിയിലും നിന്നവനാണ് ഞാൻ, എനിക്കത് അറിയാം. അതുല്യയുടെ ഭർത്താവ് ശാസ്താംകോട്ട ചെക്കാലയിൽ വീട്ടിൽ സതീഷ് ശങ്കറിനെതിരെ കൊലപാതകം, സ്ത്രീധന പീഡനം, ശാരീരിക പീഡനം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുത്തു. മരണത്തിനു മുൻപ് അതുല്യ സതീഷിന്റെ ക്രൂരതകൾ പകർത്തിയ മൊബൈൽ ഫോൺ അടക്കം കണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. മൊബൈൽ ഫോണിലെ വീഡിയോ, ഓഡിയോ തെളിവുകൾ അന്വേഷണത്തിൽ നിർണായകമാകും. അതുല്യയുടെ മരണത്തിൽ ഷാർജയിലെ അൽഖർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സതീഷിനെതിരെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIRലെ വിവരങ്ങളും മുൻപുണ്ടായ ഗാർഹിക പീഡന കേസിന്റെ വിവരങ്ങളും കുടുംബം എംബസിക്ക് കൈമാറി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് റിപ്പോർട്ട് എന്നിവ കിട്ടിയാൽ നിയമ നടപടി തുടങ്ങാനാണ് ഷാർജയിലുള്ള അതുല്യയുടെ സഹോദരിയടക്കം ബന്ധുക്കളുടെ തീരുമാനം. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ എന്നിവരുമായും കുടുംബം ബന്ധപ്പെടുന്നുണ്ട്. മരണത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി വേഗത്തിൽ നാട്ടിലെത്തിക്കണം എന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര വിദേശകാര്യമന്ത്രിക്കും ദുബായിലെ കോൺസുലേറ്റ് ജനറലിനും NK പ്രേമചന്ദ്രൻ MP കത്ത് നൽകിയിരുന്നു. ന്യൂസ് മലയാളം, കൊല്ലം.